KPCC സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് ടെലിഫോണിൽ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇത് കൈവിട്ടുപോയൊരു പ്രതിഷേധമാണ്. ഇത് KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇല്ല, എന്താ ഉണ്ടായത്? ഞാൻ ഇതിന്റെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന്, റിപ്പോർട്ടർ ചാനലിൽ നിന്ന്, ഏഷ്യാറ്റിൽ നിന്നൊക്കെ കണ്ടിട്ട് ആരെങ്കിലും മന്ത്രിയെ കൈകൊണ്ട് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മന്ത്രിക്ക് എങ്ങനെയാണ് പരിക്കേറ്റത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? പരിക്കും ഞാൻ കണ്ടിട്ടില്ല. ആശുപത്രിയിൽ എന്തായാലും അവരെ വെറുതെ കയറ്റി അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതെനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കണം. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ആരെങ്കിലും മന്ത്രി തൊട്ടിട്ടുണ്ടോ, പരിക്ക് ഉണ്ടോ എന്താണെന്ന് ആ പരിക്കും കാണിച്ചിട്ടില്ല. പോലീസ് അകമ്പടിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വരുന്ന മന്ത്രിക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെ KSUവിന്റെ പ്രതിഷേധം ഉണ്ടായതുകൊണ്ടല്ലേ പരിശോധിക്കേണ്ടത്? ആരെങ്കിലും പരിക്കേൽപ്പിച്ചോ പരിക്കേറ്റോ എന്നാണ് പരിശോധിക്കേണ്ടത്. അവിടെ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇനി KSU പ്രവർത്തകർ നേരിട്ട് കയറി ഉപദ്രവിച്ചില്ലായിരിക്കും, അപ്പോഴാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ആൾക്കൂട്ടത്തിനിടയിലെങ്കിലുമായിരിക്കുമല്ലോ പരിക്കേറ്റത്. കരിയോയിൽ ഒഴിച്ച സംഭവം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കല്ലേറേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, മന്ത്രിയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ പരിശോധന വേണ്ടത്. രണ്ടത് പരിക്കുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ഒന്നാമത്തെ പരിഗണന അത് രാഷ്ട്രീയമല്ലേ ശ്രീ സണ്ണി ജോസഫ്? ആദ്യത്തെ പരിഗണന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റത് എങ്ങനെ എന്നുള്ള ചോദ്യമല്ലേ? അല്ല, ആദ്യത്തെ സംഭവം പരിക്കേറ്റോ പരിക്കേൽപ്പിച്ചോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. പരിക്കേറ്റു എന്ന് ആരോഗ്യമന്ത്രിയാണ് പറയുന്നത്. പരിക്കേറ്റത് കൊണ്ടാണ് അവർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതേപടി വിശ്വസനീയമല്ല. അല്ല, കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം അത്തരത്തിൽ നാടകത്തിന് കൂട്ടുനിൽക്കുമോ? നിങ്ങളെ ദൃശ്യമാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും KSU പ്രവർത്തകരെ മന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതായിട്ട് കണ്ടിരുന്നോ? അല്ല, ഇത് സീൻ കാണിക്കാവോ? ശ്രീ സണ്ണി ജോസഫ്, അവിടെ ഒരു വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പോലീസുകാരും പ്രവർത്തകരും പ്രതിഷേധക്കാരും അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ട ബഹളമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. പരിക്കേറ്റു എന്നവർ പറയുമ്പോൾ അത് വിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ രീതിയല്ലേ? അവരെ അവിശ്വസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും എങ്ങനെയാണ്? ഈ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ ഞാനപ്പോ തന്നെ വിശ്വസിക്കുമായിരുന്നു. പരിക്കേൽപ്പിച്ചതും കണ്ടില്ല, പരിക്കും കണ്ടില്ല. ഒരു പൊതുപ്രവർത്തക മിനിമം അർഹിക്കുന്ന ഒരു വിശ്വാസ്യതയില്ലേ? അവർക്ക് പരിശോധിക്കേണ്ടതാണ്. KSU പ്രവർത്തകർ ആ സംഭവത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. KSU പ്രവർത്തകർ അങ്ങനെ മന്ത്രിയുടെ ദേഹത്ത് തൊട്ടതായിട്ടോ പരിക്കേൽപ്പിച്ചതായിട്ടോ അവർ സമ്മതിച്ചിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. മുദ്രാവാക്യം വിളിച്ചാൽ മുറിവേൽക്കില്ല. അതായിരുന്നു മാധ്യമങ്ങള് ഹൈലൈറ്റ് ചെയ്ത്. ബലപ്രയോഗം ഉണ്ടായല്ലോ. അവർക്ക് ചുറ്റും നിൽക്കുന്ന പോലീസുകാരുമായി ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ടല്ലോ. അതുണ്ടായി, അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഇത് നോക്കൂ, നമുക്ക് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എന്നതുപോലെ തന്നെ അക്രമം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ. മന്ത്രിയുടെ ദേഹത്ത് ചോദ്യം എന്താണ്? മന്ത്രിയുടെ ദേഹത്ത് ഏതെങ്കിലും KSU പ്രവർത്തകരായി പരിക്കേൽപ്പിച്ചോ? KSUവിന്റെ സമരത്തിനിടയിലല്ലേ മന്ത്രിക്ക് പരിക്കേറ്റത്? ചോദ്യം ഇതാണ് ശ്രീ സണ്ണി ജോസഫ്. അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. അവിടെ KSUവിന്റെ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനിടയിലാണ് അവർക്ക് പരിക്കേറ്റത്. വളരെ ഡയറക്റ്റ് ആയി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഒരാൾ തല്ലുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രമേ ആ പ്രതിഷേധത്തിനിടയിലാണ് അവർക്ക് പരിക്കേറ്റത് എന്ന് വിശ്വസിക്കൂ എന്ന് പറയുന്നത് കഷ്ടമല്ലേ? തല്ലുന്നല്ല, ദേഹത്തെ ഇപ്പൊ കുത്തുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ബലമായിട്ട് പിടിക്കുന്നതോ അങ്ങനത്തെ ഒരു സീനും തൊടുന്നത് കാണുന്നില്ലോ, ടച്ചിങ് കാണുന്നില്ല. ക്യാമറയിൽ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ അയാൾക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യത്വമല്ലേ? വളരെ റിലവന്റാ. അല്ല, ദൃശ്യങ്ങൾ വളരെ റിലവന്റാ. മുഴുവൻ ദൃശ്യങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ലല്ലോ. ഇത് ഇപ്പോൾ നടന്നൊരു സംഭവമല്ലേ? അവർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഒരാളുടെ ആരോഗ്യാവസ്ഥയിൽ അത്തരത്തിലുള്ള അക്രമം കാരണം കൊണ്ടൊരു പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കുക എന്നൊന്നില്ലേ? എന്നോട് ചോദിക്കേണ്ടില്ല. ശ്രീ സണ്ണി ജോസഫ്, അല്ല, ഇത് വളരെ അടിസ്ഥാനപരമായ മനുഷ്യനോടുള്ള വിശ്വാസമാണല്ലോ. ഞാൻ എന്റെ യുക്തിഭദ്രതയിൽ അത് അതേപടി വിശ്വസനീയമല്ല. അത്രയും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും KSU പ്രവർത്തകൻ മന്ത്രിയുടെ ദേഹത്ത് തൊട്ടാൽ അത് കാണിക്കാൻ കഴിയുമായിരുന്നു. അതായത് അങ്ങ് വിശ്വസിക്കുന്നില്ല ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റുവെന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ KSUക്കാർ മന്ത്രിയെ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നത് അങ്ങ് അതിന് സാധുത നൽകുകയാണ്. അത് അന്വേഷിക്കേണ്ട കാര്യം. ശരി ശ്രീ സണ്ണി ജോസഫ്, അങ്ങയുടെ വിദ്യാർത്ഥി സംഘടന പറയുന്ന കാര്യങ്ങൾക്ക് സാധുത നൽകുന്നു. അങ്ങയുടെ രാഷ്ട്രീയം അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് നോക്കൂ, ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എടുത്ത മാധ്യമപ്രവർത്തകർക്കല്ല. അവിടെ പ്രശ്നമുണ്ടാക്കിയത് KSUക്കാരാണ്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അല്ല, ഒരു ക്യാമറ കണ്ണിൽ കൃത്യമായി പതിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അടിസ്ഥാനപരമായി അവിടെ നടന്നത് ഒരു അക്രമ സംഭവമാണ്. ഒരു അക്രമ സംഭവമാണ്, ഒരു ആൾക്കൂട്ടത്തിന്റെ ബലപ്രയോഗമാണ്. അതിനിടയിലാണ് അവർക്ക് പരിക്കേറ്റതെങ്കിൽ ആ അക്രമ സംഭവം, പൊതുക്രമത്തിന് വിരുദ്ധമായ അക്രമ സംഭവം നടത്തിയത് ആരാണോ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം.
ഇല്ല, നിങ്ങൾ എന്നെ കൂടെ കേൾക്കണം. ആ സംഭവങ്ങളെ പോലും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ മന്ത്രിയുടെ ദേഹത്ത് സ്പർശിച്ചതോ പരിക്കേറ്റതോ ദൃശ്യമാധ്യമങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സണ്ണി ജോസഫ് പ്രതികരിച്ചതിന്.